ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊന്ന് നേരിട്ട് കാണാം അല്ലേ? അപ്പൊ എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ അല്ലേ? കർക്കിടക മാസമാണ്, ഭയങ്കര മഴയാണ് അല്ലേ? എല്ലായിടത്തും ഭയങ്കര മഴയാണ്. ഇപ്പൊ എന്തായാലും മഴ പെയ്യുന്നില്ല, നേരത്തെ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവരും എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിലും ഒരുപാട് താങ്ക്സ്. എൻ്റെ ഷോർട്സ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് റെസനേറ്റ് ആവുമെന്ന് പറയുന്നുണ്ട്. അതിലേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിലേക്ക് ചില ഗുഡ് ന്യൂസസ് വരുന്നു. അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ നമുക്കിന്ന് കാർഡ് ഷഫിൾ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്യൂച്ചർ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വിളിച്ചാൽ എപ്പോഴും എനിക്ക് കോൾ എടുക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾ വാട്സപ്പിലാണ് വരേണ്ടത്. വാട്സപ്പിൽ മെസ്സേജ് ഇടണം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും മെസ്സേജസ് ഞാൻ നോക്കി റിപ്ലൈ തരുന്നതായിരിക്കും. റീഡിങ്ങിന് ഫീസ് ഉണ്ട്, ഫ്രീ അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവരും എത്ര എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. അപ്പോൾ നമുക്ക് കാർഡുകൾ ഷഫിൾ ചെയ്തിട്ട് എടുക്കാം. നിങ്ങളിലേക്ക് ചില ഗുഡ് ന്യൂസസ് വരുന്നു. അതൊക്കെ എന്താണെന്ന് നോക്കാം. സക്സസ് വരുന്നുണ്ട്. ആൽക്കമി, അതോറിറ്റി, ഹോം ബേസ്ഡ്, ഗാർഡിയൻ ഏഞ്ചൽ. ഈ കാർഡോട് എടുക്കണേ. നിങ്ങളിലേക്ക് വരുന്ന ഗുഡ് ന്യൂസസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ചാരിയറ്റ്, 7 ഓഫ് സോർഡ്സ്, കിങ് ഓഫ് പെന്റിക്കിൾസ്, വേൾഡ്, 4 ഓഫ് വാണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കാർഡ്സ്. ഞാൻ ഓരോ കാർഡുകൾ ആയിട്ട് പറയും. ഞാൻ കാർഡുകളൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഞാനിങ്ങനെ കാർഡുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഗുഡ് ന്യൂസസ് ആണ്. ഗുഡ് ന്യൂസസ് വരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് ഗുഡ് ന്യൂസസ് വരുന്നുണ്ട്. അതായത് സക്സസ് വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ്, അതായത് നിങ്ങൾക്ക് എന്തൊക്കെയോ വിജയങ്ങൾ വരുന്നു. ഏതൊക്കെയോ കാര്യങ്ങൾക്ക് നിങ്ങൾ വിജയം വരിക്കാൻ പോവാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ റൈറ്റ് ട്രാക്കിലാണ്. നിങ്ങളുടെ സമയം നന്നായിരിക്കുന്നു. നിങ്ങൾ പോകുന്ന വഴി കറക്റ്റാണ്. അതായത് നിങ്ങളുടെ എന്താ പറയുക, സക്സസിലേക്കുള്ള വഴിയിലാണ് നിങ്ങൾ. നിങ്ങളുടെ പാത വിജയത്തിലേക്കാണ്. നിങ്ങളിപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ പോവുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങളുടെ ലൈഫ് ശരിയായ പാതയിലൂടെ പോവുകയാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് സക്സസ് ആണ്, സന്തോഷമാണെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് ഒരു ചേഞ്ച് വരാൻ പോകുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അത് ചേഞ്ച് ആക്കാൻ പോകുന്നു എന്നാണ്. നിങ്ങൾ പല കാര്യങ്ങളും എന്താ പറയുക, ലേൺ ചെയ്യാൻ പോവാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അതായത് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന, അതായത് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾ അനുഭവിച്ച് പഠിക്കുകയാണ്. അതായത് ദൈവം നിങ്ങൾക്കായിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ലെസൺ തരേണ്ടതായിട്ട് ദൈവത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചില ലെസൺ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ലൈഫ് ഒരു ലെസൺ എന്ന് പറയാറില്ലേ? അപ്പൊ നമ്മളുടെ ലൈഫ് തന്നെയാണ് നമുക്കൊരു പാഠം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അത് നമ്മുടെ ലൈഫിലെ ഓരോ എന്താ പറയുക കാലഘട്ടങ്ങൾ കടന്നു പോകും തോറും നമ്മൾ ലൈഫിൽ പല പല കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് ലേൺ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെതായിട്ട് ദൈവം നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ ലൈഫിൽ ലേൺ ചെയ്യിക്കാൻ പോകുന്നു. നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നു ചിലർക്ക്, അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ചില കാലഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകാൻ പോകുന്നുണ്ട്. ചില വ്യക്തികളുടെ ആ ഒരു സിറ്റുവേഷനൊക്കെ കഴിഞ്ഞു അവര് സക്സസ്സിലേക്ക് വരുന്നു എന്നും കാണിക്കുന്നുണ്ട്.
നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ് വരുന്നു, അതോടൊപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. വീട് ആഗ്രഹിക്കുന്നവർക്ക് വീട് ലഭിക്കുന്നു. നിങ്ങൾ ഒരുപാട് നാളായി സ്വപ്നം കാണുന്നുണ്ടാവും ഒരു വീട്, അല്ലേ? അപ്പൊ നിങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറാൻ പോകുന്നു. ചില വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങളൊരു റെന്റ് ഹൗസിലേക്ക് മാറാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ഒരു അന്തരീക്ഷത്തിലേക്ക്, അത് ഇതുവരെ നിങ്ങൾ താമസിച്ചിടത്തുനിന്നും പുതിയൊരിടത്തേക്ക് മാറാൻ പോകുന്നു, ഫ്ലാറ്റിലേക്കോ അല്ലെങ്കിൽ ജോലി കിട്ടി വേറെ എവിടേക്കെങ്കിലും പുതിയൊരു അന്തരീക്ഷം, പുതിയൊരു വീട്ടിലേക്ക് മാറാൻ പോകുന്നു. നിങ്ങളുടെ താമസ സ്ഥലം ചേഞ്ച് ആവാൻ പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ചിലവർക്കൊക്കെ ഗവൺമെന്റ് ജോലി ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിക്കായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എക്സാം ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കാൻ പോകുന്നു. ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ചിലർക്ക് നിങ്ങൾക്ക് നല്ലൊരു അതോറിറ്റി, നല്ല ലീഡർഷിപ്പിലുള്ള ജോലികളാണ് ലഭിക്കാൻ പോകുന്നത്. അതായത് പോലീസ്, മിലിറ്ററി, അങ്ങനെ ഹൈ പൊസിഷനിലുള്ള ജോലി, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ജോലിയിലേക്ക്, ഗവൺമെന്റ് ജോലിയിലേക്ക് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് റിസൾട്ട് കിട്ടാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളിലേക്ക് ഒരുപാട് ഗുഡ് ന്യൂസസ് വരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതനുസരിച്ചുള്ള ഗുഡ് ന്യൂസസ് നിങ്ങളിലേക്ക് വരുന്നെന്നാണ് കാണിക്കുന്നത്. ട്രസ്റ്റ് യുവർ ഗാർഡിയൻ ഏഞ്ചൽ, അത് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിനെ വിശ്വസിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ചില സൈൻ തരുന്നുണ്ട്. ചില കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നതിന്റെ സൈൻ നിങ്ങൾക്ക് കിട്ടും, അല്ലെ? നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവാം, ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടാവാം, ഫെദർ, തൂവല് കാണുന്നുണ്ടാവാം. അങ്ങനെ ചില സൈനിലൂടെ, റെയിൻബോ, അങ്ങനെ ചില സൈനിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്ന് യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടാവാം. അതിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ വിശ്വസിക്കൂ. ആ ഒരു സൈനിലൂടെ നിങ്ങൾക്ക് വേണ്ട തരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിനെ വിശ്വസിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ എപ്പോഴും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ, അതായത് നിങ്ങളുടെ സ്വന്തം ഏഞ്ചൽ. അതാണ്, നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ഏഞ്ചൽ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് നോക്കാനുള്ളത്, നമുക്ക് ഈ കാർഡിനകത്ത് വീട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഒരുപാട് നാളായിട്ട് വീടൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അധികം താമസിച്ച് നിങ്ങൾക്ക് വീട് ലഭിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് വീടും സംബന്ധമായിട്ടുള്ള ഒരുപാട് കാർഡുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ വീടിനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളുണ്ട്, നിങ്ങൾക്ക് വീട് ലഭിക്കും തന്നെയാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് മാരേജ് വരാൻ പോകുന്നു. നിങ്ങൾ മാരേജ് ആഗ്രഹിക്കുക, ഒരുപാട് നാളെ നിങ്ങളുടെ മക്കളുടെയൊക്കെ മാരേജ് നടക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ വിഷമിച്ചിരിക്കുന്നവരാണ്. നിങ്ങളുടെ വീട്ടിൽ മാരേജ് നടക്കും, നിങ്ങളുടെ മക്കളുടെയൊക്കെ മാരേജ് നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാണ്. മാരേജ് നടക്കാനുള്ള നിങ്ങൾക്ക് നല്ല നല്ല പ്രപ്പോസൽസ് വരുന്നുണ്ട്. മാരേജ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങൾ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ചാരിയോട്ടാണ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു, നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് യാത്ര കാണുന്നുണ്ട്. വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വിദേശ യാത്ര കാണുന്നുണ്ട്. വിദേശത്തേക്കൊക്കെ യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന, അല്ലെ ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വിദേശ യാത്രയുണ്ട്, വിദേശത്ത് ജോലി ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പോകും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു സാഹചര്യം ഒരുപാട് തവണ നിങ്ങൾ റിജക്റ്റ് ചെയ്തു, നിങ്ങൾ ഒരുപാട് ഏജൻസികളിൽ കൊടുത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പൈസയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് ഇനിയും പൈസ കൊടുക്കാനില്ലാത്തൊരവസ്ഥ, അതായത് പല രീതിയിലും നിങ്ങൾ ഏജൻസികൾ നിങ്ങളെ പറ്റിച്ച് പൈസ പോയിട്ടുണ്ടാവാം. എത്ര ശ്രമിച്ചിട്ടും പോവാൻ പറ്റുന്നില്ലാതെ വിഷമിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിങ്ങൾ എഫേർട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം നടക്കും, ആഗ്രഹം ഞാൻ നടത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലിരിക്കണം. നിങ്ങൾക്ക് വിദേശയാത്ര പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിദേശത്ത് പോവുക തന്നെ ചെയ്യും. അതിന് നിങ്ങൾക്ക് ഒരു വിഷമം വേണ്ട. നിങ്ങൾ ആഗ്രഹിക്കുക, ആഗ്രഹം ആ ഒരു പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുക, ദൈവത്തിലേക്ക് കൊടുക്കുക, അതിനെ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഉറപ്പായിട്ടും പോയിരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പണം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കിങ് ഓഫ് പെന്റിക്കിൾസ്, അതായത് നിങ്ങൾക്ക് ഒരുപാട് സക്സസ് ഇവിടെ വരുന്നുണ്ട്. സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സക്സസിലൂടെ വന്ന് നിങ്ങൾ വരുന്നത് ഒരു കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജിയിലേക്ക്, ഒരു റിച്ച് എനർജി. നിങ്ങൾ ഒരു നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഒരു റിച്ച് എനർജിയിലേക്ക് വരുന്നു. അതായത് നിങ്ങളൊരു റിച്ച് ആവാൻ പോകുന്നു. ഒരു ലേഡി ആണെങ്കിൽ നിങ്ങളൊരു റിച്ച് ലേഡി ആവുന്നു, അല്ലെങ്കിൽ ഒരു മെന്നാണെങ്കിൽ ഒരു കിങ് ഓഫ് പെന്റിക്കിൾസ്, അതായത് നിങ്ങളൊരു റിച്ച് മെന്നായി തീരാൻ പോകുന്നു.
എന്നാണ് കാണിക്കുന്നത്. ഫ്യൂച്ചറാണ്, ചിലർക്ക് ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല, പക്ഷെ ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ ഹാർഡ് വർക്കിന് റിസൾട്ട് ആയിട്ട് ഒരുപാട് പണം നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളൊരു ബിസിനസ്മാൻ ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ നല്ല ഹൈ പൊസിഷനിലും ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പല ജോലികൾ ചെയ്യുന്നത് പല വഴിയിലൂടെ നിങ്ങളിലേക്ക് പണം വരുന്നുണ്ടായിരിക്കാം, പല സോഴ്സിലൂടെ പണം വരുന്നുണ്ടായിരിക്കാം. നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു റിച്ച് എനർജിയാണ് കിങ് ഓഫ് പെന്റിക്കിൾസ്. നിങ്ങൾ ഒരു റിച്ച് ആവാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾ ചില വ്യക്തികളോട് സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏതോ രീതിയിൽ ഒരു ചീറ്റിംഗ് വരുന്നുണ്ട്. ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള ചീറ്റിംഗ് ആയിരിക്കാം, അല്ലെ വ്യക്തിപരമായിട്ടുള്ള ചീറ്റിംഗ് ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിലേക്ക് ചീറ്റിംഗ്, നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളെ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ലവേഴ്സ് ആയാലും ഫാമിലി ആയാലും, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ വിദേശത്തായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. വിദേശത്താണെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നിച്ചല്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ചായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ വിദേശത്തായിരിക്കാം. ഏത് രീതിയിലായാലും നിങ്ങൾക്കൊരു ചീറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി, നിങ്ങളുടെ ഫാമിലി ആണെങ്കിൽ ആ ഫാമിലി ലൈഫിലെ നിങ്ങളുടെ വ്യക്തി, നിങ്ങളുടെ ലവേഴ്സ് ആണ്, നിങ്ങളുടെ ലവേഴ്സ് ആ ഒരു ലവ് ലൈഫിലെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെ കാർഡിൽ കാണുന്നത്. അങ്ങനെ ഏതോ രീതിയിൽ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ്സിലായിരിക്കാം നിങ്ങൾക്ക് ചീറ്റിംഗ് ഉണ്ടാകുന്നത്, നിങ്ങളുടെ ഓഫീസിൽ ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ടാകും, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. ഏതോ രീതിയിൽ ഒരു ചീറ്റിംഗ് നിങ്ങൾക്ക് നടക്കുന്നുണ്ട്, അല്ല ചീറ്റിംഗ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കെയർഫുൾ ആയിട്ടിരിക്കാൻ പറയുന്നുണ്ട്, ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷങ്ങൾ മാത്രമല്ല, സന്തോഷ വാർത്തകൾ മാത്രമല്ല നമ്മുടെ ലൈഫിലേക്ക് വരും, ദുഃഖകരമായ കാര്യങ്ങളും വരും. അത് നിങ്ങളെ അറിയിക്കാനാണ് ഒരു ചീറ്റിംഗ് നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഏത് രീതിയിലായാലും ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും കളവ് പോകാനായിട്ട് ഒരു സാധ്യത ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ആയാലും നിങ്ങൾ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ പണമോ സ്വർണമോ ഒക്കെ കളവ് പോകാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിലും നിങ്ങളൊന്ന് കെയർഫുൾ ആയിരിക്കാം, ഒന്ന് ശ്രദ്ധിക്കാത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കാർഡോടെ നമുക്ക് നോക്കാം. ഏഞ്ചൽ മെസ്സേജസ്. ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചൽ തരുന്ന മെസ്സേജസ് എന്ന് പറയാം. ലക്കി സോൺ യുവർ സൈഡാണ്. നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ സൈഡിൽ തന്നെ. എസ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തായാലും അതിൽ എസ് ആണ്. ഭാഗ്യം നിങ്ങളുടെ ഭാഗത്ത്, നിങ്ങളുടെ സൈഡിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ സക്സസും വന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഗുഡ് ന്യൂസസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. മൂവ് ഓൺ. നിങ്ങളുടെ വ്യക്തി ഇപ്പം നിങ്ങൾക്ക് നോ കോണ്ടാക്റ്റിലാണ്. അതായത് നിങ്ങളിൽ നിന്ന് ആ ഒരു വ്യക്തി പോയിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഓർത്ത് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കേണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ടൈം വെറുതെ പോവാണ്. അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പൊ നോ കോണ്ടാക്ട് ആയി ഇരിക്കുന്ന വ്യക്തിയെ നിങ്ങൾ ആ ഒരു വ്യക്തി വരുമോ എന്നുള്ള രീതിയിൽ കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് നാളെ, ചിലപ്പോൾ 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ ആയിരം കാത്തിരിക്കുന്നുണ്ട്. അല്ല, അങ്ങനെ നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കാതെന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ 1 വർഷം ആയാലും, ഇനിയിപ്പോൾ 6 മാസമായാലും 1 വർഷമായാലും 2 വർഷം 3 വർഷമൊക്കെ ആയാലും വരാത്ത വ്യക്തിയെ കാത്ത് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല, വിട്ടുകളയാൻ പറ്റുന്നില്ല, മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരിക്കുകയാണ്. മൂവ് ഓൺ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള വ്യക്തികളെ കാത്തിരുന്ന് ടൈം വേസ്റ്റ് ആയിട്ട് കളയേണ്ടതില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ആണ്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് നാളായിട്ട് നിങ്ങൾക്ക് നോ കോണ്ടാക്ട് ആണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾ വിട്ട് കളഞ്ഞേക്കുക. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരില്ല. റിയൽ ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത്രയും നാളൊന്നും നിങ്ങളെ കാണാതിരിക്കാൻ ആ ഒരു വ്യക്തിക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങളിലേക്ക് തിരികെ വരില്ല. അവർ മറ്റാരെങ്കിലും തേടി പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാത്തത്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരുന്ന് സമയം വേസ്റ്റ് ആക്കേണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് പറയാനുള്ള സൈക്കിൾ. നിങ്ങളുടെ ഒരു കർമ്മ ലൈഫ് അവസാനിച്ചു എന്നാണ് പറയുന്നത്. ചില വ്യക്തികൾക്ക് കർമ്മ ലൈഫ് അവസാനിച്ചു, അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ചിലപ്പം നല്ല സമയമായിരിക്കാം, നല്ല സമയം അവസാനിച്ചു. അതായത് ഒരു സൈക്കിൾ അവസാനിച്ചു. നിങ്ങൾ ഇതുവരെ ഒരു നല്ല സമയത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്കിനി മോശ സമയമാണ്. നിങ്ങളൊരു മോശ സമയത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നെങ്കിൽ നിങ്ങൾക്കിനി നല്ല സമയമാണ്. അതായത് സൈക്കിൾ, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സൈക്കിൾ അവസാനിച്ചു, പുതിയൊരു തുടക്കം, അതാണ് കാണിക്കുന്നത്. ചിലർക്ക് കർമ്മ ലൈഫ് ആയിരിക്കും അവസാനിച്ചിരിക്കുന്നത്. സംതിങ് എൻഡാണ്. ചിലത് ബിഗിനിങ്, ചിലത് സ്റ്റാർട്ട് ചെയ്യുവാണ്.
അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തികളുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലെ ചില വ്യക്തികളുമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ഒരു ലൈഫ് അവസാനിച്ചു. അപ്പോൾ പുതിയത് ചിലത് തുടങ്ങാൻ പോകുന്നു, ന്യൂ ബിഗിനിങ്, അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഏതൊരു കാര്യമായാലും, ഇപ്പോൾ ജോലി ആയാലും, ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ജോലി നിങ്ങളുടെ ലൈഫിൽ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു കരിയർ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ അവസാനിച്ചിട്ടുണ്ട്. ആ അവസാനിച്ചിട്ടുള്ള ഒരു പുതിയ തുടക്കം ചിലരുടെ കാര്യത്തിൽ ഏത് രീതിയിലായാലും നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. സൈക്കിൾ, ദേ വിൽ ബി ബാക്ക്. നിങ്ങൾ പെട്ടെന്ന് എന്തോ ഒരു ഗുഡ് മെസ്സേജ് കേൾക്കാൻ പോകുന്നുണ്ട്. ഏതെങ്കിലും കാര്യത്തിൽ ഒരു വാർത്ത, ഒരു മെസ്സേജ് അല്ലെ ഫോൺ കോൾ, എന്തെങ്കിലും കാര്യത്തിൽ, ഇപ്പോൾ ജോലി സംബന്ധമായിട്ടായിരിക്കും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നൊരു മെസ്സേജ് അല്ലെ ഫോൺ കോൾ, ജോലി, അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു വാർത്തയ്ക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ലെറ്ററിന് കാത്തിരിക്കുന്നു, എന്തെങ്കിലും ഒരു പേപ്പർ വരാൻ, വിദേശത്ത് പോകുന്ന ഒരു പേപ്പർ വരാൻ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കാത്തിരിക്കുന്നു, വിസ വരാൻ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് നിങ്ങളത് ആ ഒരു മെസ്സേജ് കേൾക്കാൻ പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ലവ് ലൈഫിൽ ചില മെസ്സേജസ് കൂടെ നമുക്ക് നോക്കാം കേട്ടോ. ലവ് ലൈഫിൽ എന്ത് മെസ്സേജും കൂടെയാണ് നിങ്ങൾക്ക് വരുന്നത് നോക്കാം. ഏഞ്ചലിന് എന്താണ്, നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം, അല്ലെ കപ്പിൾസ് ആയിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് ഏഞ്ചല് തരാൻ പോകുന്നത്, ഇല്ലെങ്കിൽ യൂണിവേഴ്സ് തരാൻ പോകുന്നത് നോക്കാം. ടൈമാണ്, നിങ്ങളുടെ ടൈം പെർഫെക്റ്റ് ടൈം ആയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം ലഭിക്കേണ്ട സമയമായിരിക്കും. നിങ്ങൾ ഇതുവരെ ഏത് കാര്യത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തോ, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കിയത് ആ ഒരു സമയം, അല്ലെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാൻ സമയമായിരിക്കും. നിങ്ങൾക്ക് അത് ലഭിക്കാൻ പോകുന്നതാണ് കാണിക്കുന്നത്. ട്രസ്റ്റ്, അതായത് നിങ്ങൾ വിശ്വസിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ടൈം ഇപ്പം നിങ്ങൾ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പ്രസന്റിലി ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, ആ ഒരു സിറ്റുവേഷനായിട്ട് പൊരുത്തപ്പെടാനാണ് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷൻ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. അതായത് നിങ്ങൾ ഇപ്പോഴിരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ എന്നും തുടരില്ല, അത് ചേഞ്ച് ആകും. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അതായത് ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സമയവും കടന്നു പോകും, നമ്മൾ അടുത്ത ഒരു നല്ല സമയത്തിലേക്ക് കടക്കും എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോ ഏത് സമയത്തിലായാലും, ഏത് പ്രതിസന്ധി ഘട്ടത്തിലായാലും ഈ ഒരു സമയം എന്നും ഉണ്ടാവില്ല, ഈ ഒരു സമയവും കടന്നു പോകും, പുതിയൊരു സമയത്തിലേക്ക് വരുമെന്നാണ് പറയുന്നത്. സൈക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ജീവിതമാകുന്ന ആ ഒരു സൈക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ കറങ്ങി ഈ ഒരു സമയം ഇങ്ങനെ മാറി മറ്റൊരു നല്ല സമയത്തിലേക്ക് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കാനാണ് പറയുന്നത്. നിങ്ങൾ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ ട്രസ്റ്റ് ചെയ്യണം. അത് മാറി നല്ലൊരു സമയം വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക കേട്ടോ. പവർ, നിങ്ങൾ എസ് പറയേണ്ടടുത്ത് എസ് പറയാനുള്ള ധൈര്യം കാണിക്കണം, നോ പറയേണ്ടടുത്ത് നോ പറയണം എന്നാണ്. അതായത് പവർഫുൾ ആയിരിക്കണം നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിനും ഫോഴ്സ് ചെയ്ത് നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യിക്കാൻ നിങ്ങളെ സമ്മതിക്കില്ല. നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യണം. എസ് ആണെങ്കിൽ എസ് പറയാൻ ധൈര്യത്തോടെ നിന്ന് എസ് പറയണം, നോ പറയേണ്ടടുത്ത് ധൈര്യത്തോടെ നിന്ന് നോ പറയണം എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക, ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. നോ ആണെങ്കിൽ, അത് വേണ്ടാത്ത കാര്യമാണെങ്കിൽ വേണ്ടാന്ന് വെക്കുക, നല്ലതാണെങ്കിൽ മാത്രം എടുക്കുക. അതായത് നിങ്ങൾക്ക് വാല്യൂ തരാത്ത വ്യക്തികളുടെ അടുത്ത് നിങ്ങൾ നിൽക്കാൻ പാടില്ല, അവിടെ നിങ്ങൾ മാറിപ്പോകണം. നിങ്ങൾക്ക് നിങ്ങൾ വില കൽപ്പിക്കണം. നിങ്ങളെന്ന വ്യക്തിക്ക് വാല്യൂ തരാത്തവരുടെ അടുത്തുനിന്ന് നിങ്ങൾ മാറിപ്പോകേണ്ടതുണ്ട്. ആ ഒരു വ്യക്തികളുടെ കൂടെ നിൽക്കണം. അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിലായാലും ഫാമിലി ലൈഫിലായാലും ഫ്രണ്ട്ഷിപ്പിലായാലും നിങ്ങൾക്ക് വാല്യൂ തരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് മാറിപ്പോകണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി വാല്യൂ തരുന്നില്ലെങ്കിൽ നിങ്ങൾ നോ പറഞ്ഞ് അവിടുന്ന് പോവേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആ ഒരു ധൈര്യം കാണിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്ന വ്യക്തികൾ, നിങ്ങൾക്ക് ടോക്സിക് ആയിട്ട് തോന്നുന്ന വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി കളയേണ്ടതുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് മാറിപ്പോവേണ്ടതുണ്ടെന്നാണ് പറയുന്നത്. അതിനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. എ മെസ്സേജ് ഫോർ യു, നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കൊരു മെസ്സേജ് തരുന്നുണ്ട്. ആർക്കൊക്കെയോ ആണിത് കേട്ടോ. നിങ്ങളുടെ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. എവരി മൊമെന്റ്സ് എപ്പോഴും ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം അവരുടെ ലൈഫിൽ ലൈറ്റാണ്, അതായത് വെളിച്ചം പകരുന്നു എന്നാണ്. നിങ്ങളുടെ സ്നേഹം അവരുടെ ലൈഫിൽ വെളിച്ചം പകരുന്നു. അതായത് നിങ്ങൾ
കൂടെയുള്ളത് അവരുടെ ലൈഫിലൊരു സന്തോഷമാണ് അവർക്ക്. അപ്പൊ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങളുടെ സ്നേഹം അവരുടെ ലൈഫിലേക്ക് വെളിച്ചം പകരുന്നു. ഐ ലവ് യു, അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങളോട് അറിയിക്കുന്നു. അത് നിങ്ങൾ ആരോടൊക്കെയോ നിങ്ങളുടെ ലവ് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ആയിരിക്കില്ല, ചില വ്യക്തികളുടെ മാത്രമാണിത്. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഏതോ ഒരു വ്യക്തിയുടെ ഒരു മെസ്സേജാണത് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് ഇത്രയും കാർഡുകളെ എടുക്കുന്നുള്ളൂ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങളിലേക്ക് തരുന്ന ഗുഡ് ന്യൂസസ് ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷകരമായ മെസ്സേജസും നിങ്ങളുടെ ലൈഫിലേക്ക് ആഗ്രഹിച്ചിരുന്ന മെസ്സേജസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് യൂണിവേഴ്സിനോട് നന്ദി പറയുക. അപ്പോൾ ഈ ഒരു മെസ്സേജസ് ആണ് എന്നിലൂടെ നിങ്ങൾക്ക് ഇന്ന് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.